റിച്ചു, എന്താടാ നീ മറന്നാ നമ്മളോട് പറഞ്ഞില്ലേ റെഡ് മാർക്കുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന്? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. നീയാണ് ചെയ്യേണ്ട ആള്, കാരണം ഞാൻ ഗേൾസ് സെക്ഷനിലുള്ള ആൾക്കാരാ, നീയാണ് ബോയ്സില്. അതെ അതെ, അതുകൊണ്ട് എനിക്കാണ് ഈ പണി മുഴുവനും. കുഴപ്പമില്ലടാ, പൈസ നല്ല കിട്ടുമല്ലോ. അതെ അതെ. ദേ കുട്ടികളെ, നിങ്ങളൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഇങ്ങനെയല്ല വഴി നിൽക്കല്, കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട്. സോ അതിനൊരു ക്രമമുണ്ട്, അതിനായിട്ട് ഞാൻ കുറച്ച് കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരും. ഇവൻ പണി തുടങ്ങി. ശരി ശരി, ഞാൻ മുന്നിൽ കൊണ്ടുവരാണേ. അതന്നെ ഞാൻ നോക്കണേ, ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സിലില്ലാത്ത ബോയ്സ് ആണല്ലോ. ആ ഇനി ചിലപ്പോ വോട്ടിംഗ് ടൈമില് ഇങ്ങനെയൊക്കെ നിർത്തുന്നുണ്ടാവും, അല്ലാതെ എന്ത് പറയാനാ? അതന്നെ എനിക്കത് തോന്നണേ. ദേ ആ രണ്ടാമത്തും മൂന്നാമത്തും പിള്ളേര് മുന്നിലേക്ക് വന്നേ. ഓക്കേ. അതെന്താ അങ്ങനെ ഒരു പരിപാടി? ഞാനാ ഫസ്റ്റ് വന്നിരിക്കുന്നേ. എനിക്ക് ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വലിയ ആഗ്രഹമായിരുന്നോ? ഓ അതൊക്കെ മൂന്നാമത് വോട്ട് ചെയ്താൽ മതി. നീ ആ രണ്ടുപേരും മുന്നിക്ക് തന്നെ അങ്ങനെ വരെ നിൽക്കാനായിട്ടാ ഞങ്ങളുടെ സെക്യൂരിറ്റിമാരാ, അത് നിങ്ങൾ ഓർക്കണം. അതിന് ഞങ്ങൾ എന്ത് വേണം? ഞാൻ മുന്നിൽ നിന്ന് മാറൂല. ചെറുക്ക, ഒരൊറ്റ വലിക്ക് നീ തികയില്ല, മര്യാദയ്ക്ക് മാറി നിന്നോങ്ങട്ട്. ശരി ശരി, ഞാൻ മാറി നിന്നോളാം. ഹാ, അങ്ങനെ വഴിക്ക് വാ. ഇതെല്ലാവരോടും കൂടി പറയാ. ഞങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാലേ ഞങ്ങളുടെ സ്വഭാവങ്ങളും അറിയോ. നല്ല ദേഷ്യമുള്ള ചേട്ടന്മാരെ തോന്നുന്നു. എന്താ എന്താടി, ജയിക്കോ? പിന്നല്ലാതെ, ജയിച്ചേ ഞാൻ പോകോ. എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പോടാ അവിടുന്ന്. എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടോടി. ഓ, ഇഷ്ടം കൊണ്ടായിരിക്കും എല്ലാ ഭിത്തിയിലും എന്റെ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നല്ലേ? അതെ. ഹലോ കുട്ടികളെ, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് എല്ലാരും. അയ്യോ, ആരും എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും പാർക്കാ ഞാൻ ഒരുക്കുന്നേ. തന്നെ ഈ അങ്ങ് പാർക്ക് ഒരുക്കി കുത്തർന്നോട്ടോ. ആ, ഞാൻ പാർക്ക് ഒരുക്കും. നിന്റെ ഡയറി മിൽക്ക് എന്തായി? എല്ലാവർക്കും ഡയറി മിൽക്ക് എടുക്കാൻ ഉണ്ടായിരുന്നല്ലോ. ആ ഉണ്ടാവും, ഞാൻ ഡയറി മിൽക്ക് എടുക്കും. അതിന് അനക്കുപ്പെന്താ? എനിക്ക് തേങ്ങ എന്താ വേണ്ടേ? ഓ, നീ എന്നെ വെച്ച് കുത്തർന്നോ, നിന്റെ തേങ്ങയും വെച്ച്. ദേ ഓരോരുത്തരെ വരി വരേടി കേട്ടോ. ദേ ഫസ്റ്റ് വരെ ഈ മുന്നിൽ നിൽക്കുന്നവൻ കേട്ടോ. എടാ, ഉറപ്പായിട്ടും നമ്മുടെ പേനയ്ക്ക് തന്നെ വോട്ട് ചെയ്യണേ. പേനയ്ക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ, എന്നോട് ചേട്ടൻ പറഞ്ഞിരിക്കുക. പേനയ്ക്ക് തന്നെ വോട്ട് ചെയ്താൽ മതി. അതാവുമ്പോ ഞങ്ങൾക്ക് കുറച്ച് ശമ്പളം കിട്ടും. ശമ്പളോ? എന്ത്? ഏയ് ഒന്നുമില്ലടാ, നീ പോവാൻ നോക്കൂട്ടോ. പേനയ്ക്ക് തന്നെ വോട്ട് ചെയ്യണേ. മാറി കുത്തരത്തിട്ടോ, സൂക്ഷിച്ചു കൊണ്ട് ചെയ്യണേ. അതൊക്കെ എനിക്കറിയാം. ഇന്നലെ അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇന്നലെ എബിൻ ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് എല്ലാം പരിശീലിച്ചിട്ടാ വരുന്നേ. അമ്പട കേമ, സണ്ണിക്കുട്ട, കൊള്ളാലോ. നമ്മുടെ എബിൻ ചേട്ടനെ ജയിക്കൂലേ? ഉറപ്പായിട്ടും. ശരി ശരി, ഞാൻ പോട്ടെ കേട്ടോ. പിന്നെ മറക്കല്ലോ. ഓക്കെ ചേട്ടാ. എന്താ അവിടെ ഡിസ്കഷനാ? ഒന്ന് മാറി നിന്നേ, ആ കുട്ടി വോട്ട് ചെയ്യട്ടെ. ഓക്കെ സാർ. സാറോ? ഇവരെന്തിനാ ഇവനെ സാറെ വിളിക്കണേ? അത് പിന്നെ ഇപ്പോ സ്കൂൾ ലീഡർ ആവാൻ പറ്റിയ രണ്ടാൾക്കാരല്ലേ, അപ്പോ നിങ്ങളെ മേഡം വിളിക്കും, ആ ചേട്ടനെ ഞാന് സാറിന് വിളിക്കും. ഓ, എബിൻ സാറിന്റെ ഒരു ഒടുക്കത്തെ അഭിനയം. കൊള്ളാം. നോക്ക് നോക്ക്, പേനയ്ക്ക് വോട്ട് ചെയ്യൂലേ? കൊള്ളാം കൊള്ളാം. ശരി ശരി, ഓരോ ഗേൾസ് വന്നേ. ആ എന്നാ വരൂ. കുട്ടി, എനിക്ക് വോട്ട് ചെയ്യണേ. വോട്ട് ചെയ്യാം. ഈ സാറിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എല്ലാ കുട്ടികളെയും ബ്രെയിൻ വാഷ് ചെയ്യുന്ന തോന്നണേ. സാർ, ഇങ്ങോട്ട് വാ. കൈ കാണിക്കോ? ശരി. പൊയ്ക്കോളോ. മാം, നിന്റെ രജിസ്റ്റർ നമ്പർ എന്താ? 31959. ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ശരി. ഓക്കെ, ഇതിലുണ്ട്. പേര് ശരത്ത് എന്നാണോ? യെസ്, അത് തന്നെ. ശരി, മോനിക്ക് ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന അറിയോ? ഇത് ചെറുതായിട്ട് മൗസ് വെച്ചിട്ട് നിനക്ക് ഏതാണോ വേണ്ടേ, ഏതിനാണോ വോട്ട് ചെയ്യണേ അതിന് നീ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ മാറി ക്ലിക്ക് ചെയ്യാതെ സൂക്ഷിച്ചു കൊണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. നീ ഉദ്ദേശിക്കുന്നത് ഏത് ചിഹ്നത്തിനാണോ അതിന് നേരെ നീ ക്ലിക്ക് ചെയ്യാം. ഓക്കേ മാം. എന്നാ കമ്പ്യൂട്ടർ. നീ ചെയ്തപ്പോ ഒരു ഗ്രീൻ കളർ ടിക്ക് വന്നില്ലേ? അതെ മാം, വന്നു. ഓക്കേ, വെരി ഗുഡ്. നീ പൊക്കോട്ടോ. ആ കുട്ടി പെട്ടെന്ന് ചെയ്തല്ലേ? അതെ അതെ, മുഖത്തൊരു പേടിയില്ലാതെ ചെയ്യണേ. എന്റെ പൊന്നു ദൈവമേ, എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് കള്ളത്തരമാണെന്ന്, എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ മുഖത്തിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നേ. രജിസ്റ്റർ നമ്പർ 3086 9. ശരി, പ്രണവ് എന്നാണോ പേര്?
അതെ ആന്റി, പ്രണവ് എന്നാ പേര്. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാല് നീ അതിനാണോ വോട്ട് ചെയ്യണേ അതിന്റെ നേരെയുള്ള ചിഹ്നത്തിന് നേരെ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മൗസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യണേ. വോട്ട് നീ ഉദ്ദേശിക്കുന്ന അല്ലാത്തവർക്ക് കൊടുത്താലേ അവർക്ക് വോട്ട് പോവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ ആന്റി, ശരി, ഇതാ ചെയ്തോളൂ കേട്ടോ. പിന്നെ ചെയ്ത് കഴിഞ്ഞാലേ ഒരു ഗ്രീൻ ടിക്ക് വരും. അത് വരുന്നവരെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ശരി ആന്റി. ഓക്കെ, എല്ലാം ചെയ്തിട്ടുണ്ട്. ശരി എന്നാ മോന് പൊക്കോട്ടോ, അടുത്ത കുട്ടിയെ വിളിക്കണേ. അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കള്ള വോട്ട് ചെയ്തല്ലോ. ഡിങ്ക ഡിങ്ക. ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലേ. വരൂ വരൂ. ഞങ്ങൾ ടീച്ചറോട് പറഞ്ഞു കൊടുക്കോ. അയ്യോ, അതൊക്കെ വെറുതെ തമാശക്ക് അങ്കിൾ പറഞ്ഞല്ലേ. ശരി, മോന് പോയിട്ട് വോട്ട് ചെയ്യട്ടോ. എനിക്ക് വോട്ട് ചെയ്യണേ. എനിക്കും വേണ്ട കേട്ടോ, എനിക്ക് വോട്ട് ചെയ്യണ്ട കേട്ടോ. എന്നാലേ ഓൾക്കോ. ഒന്ന് മിണ്ടാതിരിയോ, ഞാൻ വോട്ട് ചെയ്തോളാം. എന്നാലും ഈ കുട്ടീൻ്റെ ഒരു വിധിയെ, ഈ കുട്ടീൻ്റെ വോട്ട് ഇതിന് മുന്നേ പോയ രണ്ടാമതിൽ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടാവും. അതോറപ്പാ. രജിസ്റ്റർ നമ്പറേ ഇവൻ്റെത് അവർക്കറിയാലോ. അങ്ങനെ ഇപ്പൊ പോയതില്ല 2 വോട്ട് എനിക്ക്. എടി, നീ ആർക്ക് വോട്ട് ചെയ്യാ? ഞാന് നമ്മുടെ എബിൻ ചേട്ടനാ. അതെന്ത് പറ്റി? എടി, അവൻ നമുക്ക് പാർക്കൊക്കെ ഉണ്ടാക്കി തരും പറഞ്ഞല്ലേ. എന്തായാലും ഉണ്ടാക്കി തരും. പ്രത്യേകിച്ച് HMന്റെ മോനവനെ. അപ്പോ എന്തായാലും ഉണ്ടാവും. ഞാനും വോട്ട് ചെയ്യണ്ട്. മോന്റെ കൈന്ന് കാണിച്ചേ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരും മുന്നിൽ കൈ കാണിക്കരുതെന്ന്. ഞാൻ കാണിക്കൂല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇതുണ്ടെങ്കിലേ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഓ, എന്നാ ശരി, നട്ടൂടാ. രജിസ്റ്റർ നമ്പർ അത് പിന്നെ അത് 3195. ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ആന്റി പുതിയ വന്ന ആളാണോ? ആടാ, ഞാൻ പുതിയ വന്ന ആളാ. നിങ്ങളുടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാ ഇങ്ങോട്ട്. അയ്യോടെ കുട്ടാ, നീ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ? വോട്ട് ഞാൻ ചെയ്തില്ലല്ലോ. ഫസ്റ്റ് ടൈമാ ഞാൻ ചെയ്യണേ. ഇല്ലടാ കുട്ടാ, നീ വോട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ രജിസ്റ്റർ നമ്പർ നിന്റെ തെറ്റായിരിക്കും. വേറെ ഏതോ രജിസ്റ്റർ നമ്പറാ നീ പറഞ്ഞു വന്നിരിക്കണേ. ഒന്നും കൂടി നീ പുറത്ത് പോയി ടീച്ചറോട് ചോദിച്ചു നോക്കൂ കേട്ടോ. അല്ല, ഇതന്നെ എന്റേത്. ഞാൻ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് പഠിച്ചതാ. ഇനി രജിസ്റ്റർ നമ്പർ ഇത് എന്റെ തന്നെയാ. ആണോ? എന്നാ പിന്നെ ഈ രജിസ്റ്റർ നമ്പറിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നീ വോട്ട് ചെയ്തിട്ടുണ്ടാവുന്നാ. ഇല്ല ആന്റി, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അയ്യോ, വോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല. ഹേ കുട്ടി, കള്ള വോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ആരെ കള്ള വോട്ട് ചെയ്തേ? ഞാൻ കള്ള വോട്ടൊന്നല്ല. ഞാൻ ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യുന്നേ. വെറുതെ അനാവശ്യം പറയരുതേ. പിന്നെ എങ്ങനെ കുട്ടി നിന്റെ രജിസ്റ്റർ നമ്പർ അവിടെ ഇല്ലാത്തെ? മര്യാദയ്ക്ക് പോവാൻ നോക്ക്, അല്ലെങ്കിലേ ടൈമില്ല. നീ രജിസ്റ്റർ നമ്പറെ ഒന്നും കൂടി മിസ്സിനോട് ചോദിച്ചിട്ട് വാ. അല്ല, ഇത് തന്നെ എന്റേത്. ഓക്കെ, എന്നാ നിന്റെ പേര് പറ. നിന്റെ പേര് ശരത്ത്. അയ്യോ, ഇല്ല, നീ വോട്ട് ചെയ്തതാ. അല്ല, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഈ കുട്ടിയെ കൊണ്ട്. ഹേ സെക്യൂരിറ്റീസ്, നിങ്ങോട്ട് വന്നേ. എന്താ സാർ? ഹലോ, നിങ്ങളെ സ്കൂളിലെ കുട്ടികൾക്ക് തീരെ മാനേഴ്സ് ഇല്ലേ? ഞങ്ങളെ പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരാ. അതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ മാന്യമായ രീതി സംസാരിക്കണ്ടേ ഈ കുട്ടികളൊക്കെ? ഈ കുട്ടി ഓൾറെഡി വോട്ട് ചെയ്തതോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പറോ കൊണ്ടുവന്നിട്ടുള്ള കുട്ടിയാണിത്. സോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ ഈ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് പറ്റില്ല അത്രേ. പ്ലീസ് ഈ കുട്ടിയെ കൊണ്ടുപോകോ. ഒരു മണ്ടൻ തന്നെ ഇവന്റെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് അവൻ കൊള്ള വോട്ട് ചെയ്തില്ലേ. ഇനി എങ്ങനെ ചെയ്യാ? എന്താ ഇങ്ങോട്ട് വന്നേ. നീ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ എന്താ ഈ വോട്ട് ചെയ്തിട്ടുണ്ടാവും. കള്ള വോട്ട് ചെയ്യാനേ ഇവിടെ പറ്റൂല. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ഇല്ല, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഞാന് പറഞ്ഞില്ലായിരുന്നോ ഫസ്റ്റ് ഞാൻ വോട്ട് ചെയ്യാനേ? എന്നിട്ട് ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ 3ാമത് വോട്ട് ചെയ്താൽ മതിയെന്ന്. ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. പ്ലീസ്. ഇവൻ കോളാക്കുന്ന തോന്നേ. എടാ ഇങ്ങോട്ട് വന്നേ. എനക്ക് അടുത്തൊന്ന് കൈ വിടാ. ഓരോന്നിട്ട് വന്നോളൂ. മര്യാദയ്ക്ക് വരാനാ ഞാൻ പറഞ്ഞേ. ഞാൻ വരാ. പാവണ്ടാ കുട്ടിയെ, അങ്ങനൊന്നും ചെയ്യണ്ടില്ലായിരുന്നോ? ഓ, ഇങ്ങനത്തെ കുട്ടികളെ ഇങ്ങനെ തന്നെ ചെയ്യണം. ആരാതെ എന്ത് പറയാനാ? ഞമ്മള് പറഞ്ഞ ഒരു വാക്കിനൊരു വില കൊടുക്കൂല പറഞ്ഞാലേ. എന്താടി പെണ്ണെ, വോട്ട് ചോദിച്ച് മടുത്തോ? ഞാനോ? ആര് പറഞ്ഞു മടുത്തെന്ന്? ഞാൻ എല്ലാവരോടും വോട്ടൊക്കെ ചോദിക്കണ്ടേ? നിങ്ങള് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ചോദിച്ചോടു കേട്ടോ. വോട്ടിന്റെ എണ്ണം വല്ലാതെ കുറയുണ്ട്. എനിക്കോ? അതെങ്ങനെ മിസ് അറിഞ്ഞേ? അതൊക്കെ എനിക്കറിയാലോ. എന്റെ മോനെ ജയിക്കുള്ളൂന്നേ. മോളെ നല്ലോണം വോട്ട് ചെയ്യിട്ടോ. നിങ്ങൾ ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ട് കുട്ടി. ഹേ, ഗെറ്റ് ഔട്ട്.
അയ്യോ ഞാൻ വോട്ട് ചോദിക്കണ്ടല്ലോ. എല്ലാരും എനിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ അവർക്ക് വോട്ട് പോവാ? ഹേ അവനൊന്നും വിളിക്കണ്ട. ഇനി അവനെ കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ട് വിളിക്കണം. ഇനി അവനായിരിക്കും സ്കൂളിലെ ലീഡർ. അയ്യോ ഞാൻ നീ പള്ളി പോയിട്ട് പറഞ്ഞാ മതി. ഞാൻ വോട്ട് ചോദിച്ചു നടന്നോളൂ കേട്ടോ. ഇതുപോലത്തെ ഒരു മണ്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നല്ലേ ഞാൻ തന്ന ലിക്വിഡ് വെച്ചിട്ട് പെട്ടെന്ന് കൈ കഴുകാൻ നോക്കാം. ശരി നിങ്ങള് തന്ന ലിക്വിഡ് വെച്ചിട്ട് കൈ കഴുകാം. പിന്നെ കുറെ കുട്ടികളെ പിടിച്ചെന്നാ കേട്ടെ കള്ളവോട്ട് ചെയ്തീന്. അയ്യോ അതൊന്നും പേടിക്കണ്ട. നിങ്ങൾ ചെയ്തതിനു ശേഷം അവര് വോട്ട് ചെയ്തതുകൊണ്ടാ അങ്ങനെ പിടിച്ചേ, അല്ലാതെ നിങ്ങളെ പിടിക്കില്ല. എന്നാ കുഴപ്പമില്ല. പിന്നെ ഓവറായിട്ട് ആ ആന്റിമാരോടൊന്നും നിങ്ങളുടെ മുഖം അവർക്ക് ഓർത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലൊന്നും സംസാരിക്കുന്നു വേണ്ട കേട്ടോ. ഇല്ല എനിക്കാണെങ്കിൽ പേടിച്ചിട്ടേ ഞാൻ അങ്ങനെ സംസാരിക്കണമെന്നില്ല. അതന്നെ വേണ്ടത്. പിന്നെ മറ്റവനോട് കൂടി പറയട്ടോ. ശരി ചേട്ടാ. ഇനി പെട്ടെന്ന് പോയിട്ട് ഓരോ വരിയിൽ പോയിട്ട് നിൽക്കൂ കേട്ടോ. ഞാൻ പോയി നിൽക്കാൻ പോവാണ് കേട്ടോ. ശരി പൊക്കോ, ആരും കാണണ്ട. ഇവരെന്താ ഇവരോട് സംസാരിച്ചിരിക്കണേ? എന്തേ എന്നെ നോക്കിയിരിക്കണേ? നിന്നെ കാണാൻ രസമുള്ളോണ്ട്. ആണോ? എനിക്ക് അത്ര രസം തോന്നണില്ല. എന്റെ മുഖം വാടിയിരിക്കണേ. വോട്ട് എന്താ കുറഞ്ഞോ? വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല. ഈ പോവാൻ നോക്കൂ കേട്ടോ. അതെ ഞാൻ തീരുമാനിച്ചോളാം. എന്നാ തീരുമാനിച്ചാടെ കുത്തുർന്നോട്. നീയും അവനെന്താ കുറെ നേരമല്ലേ സംസാരിക്കണേ? എന്താടാ കള്ളത്തരം കാട്ടുണ്ടോ? കള്ളത്തരോ? അതിന്റെ സാധനം അതെന്താന്ന് പോലും എനിക്കറിയാത്ത ഇന്നോടെ ചോദിക്കണേ. പോവിടുന്ന് ഞാൻ പോട്ടെട്ടോ. എനിക്ക് കൊറേ സംസാരിക്കാനൊക്കെ ഉണ്ട് മറ്റുള്ളവരോട്. എന്നാലും അതിനിപ്പം നിനത്ര അർജന്റായിട്ട് പോയത് എന്തോ ഉണ്ട്.